നമ്മൾ അടുത്ത സ്ഥലത്തെത്തി. കൂപ്പിലാണ് എത്തിയത്. കൂപ്പിലെ അതിമ്യാരകമായിട്ടുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാം നമുക്ക്. എന്തായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഒരു 95% സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളെ കാണും. നിങ്ങൾ എന്താണ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ ഓരോ വിലപ്പെട്ട എന്താ പറയുക ഓരോ സപ്പോർട്ടാണ് നമ്മളിങ്ങനെ നിലനിർത്തുന്നത്. അപ്പോൾ ഷെയർ ചെയ്യണം കേട്ടോ. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടോളൂ. കൂപ്പിൽ അതിമനോഹരമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോയോണ്ടിരിക്കുന്നത്. കുപ്പ് വാട്ടർഫോളിലോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനെ ട്രക്കിംഗ് ഒക്കെ സൗകര്യം ഉണ്ട് കേട്ടോ. വാഹനങ്ങളൊക്കെ പോയി ഈ ഒരു 2 സൈഡിൽ ഇങ്ങനെ കാണാൻ കഴിയും. കണ്ടാ പൊളിച്ച് തകിടം മറിച്ച് നിന്നിട്ടുണ്ട്. അവിടെ വല്ല ജീപ്പൊക്കെ ഉണ്ടാവുകയാണോ. ഹിമാലയം ബൈക്കിൻ്റെയൊക്കെ ചക്രങ്ങൾ പതിഞ്ഞ റോഡാണ്. നമ്മളെന്തായാലും കാൽനടയായിട്ടേ പോണത്. അപ്പോൾ നമ്മളെ മുന്നിൽ നിന്ന് സക്കറിയാക്ക നയിക്കുന്നു, പിറകിൽ ഷാഫി, പിന്നെ ഞാൻ, പിന്നെ നമ്മളെ തൊട്ട് പിറകിൽ നമ്മളെ മുർഷിയുണ്ട്. നല്ല അടിപൊളി വൈബാട്ടോ ഈ കാടിൻ്റെ ഉള്ളിലൂടെയുള്ള ഈ യാത്ര. പിന്നെ ഇവിടെ ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അട്ടുണ്ട്. അട്ട എല്ലാ കാടുകളിലുള്ള പോലെ തന്നെ ഇവിടെ അട്ട ഉണ്ടാവും. അപ്പം വളരെ കെയർഫുള്ളായിട്ട് വേണം ഇതിനെ യാത്ര ചെയ്യാൻ. അട്ട കയറി പിടിച്ചതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇനി പിടിച്ചിട്ടുണ്ടെങ്കിൽ അറിയുമെന്നും കൂടി അറിയില്ല. അപ്പോൾ ഇവിടുന്ന് വാട്ടർഫോളിൻ്റെ ശബ്ദമൊക്കെ കേൾക്കാനുണ്ട്. തൊട്ടടുത്ത് എത്തിയെന്ന് തോന്നുന്നു. ഒരു 1/2 കിലോമീറ്റർ ഉണ്ടെന്നൊക്കെ പറഞ്ഞുള്ളത് ഒരു മോളിന്ന്. അപ്പോൾ അത് നടന്ന് ഇങ്ങനെ പോയോണ്ടിരിക്കാൻ നല്ല അടിപൊളി കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പകർത്തി തരാം കേട്ടോ. വലിയൊരു മലയുടെ അടിയിൽ ഇവിടെ എന്തോ ഒരു സ്തൂപമൊക്കെ ഇരിക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും കാണാനൊക്കെ മാഞ്ഞു പോയിൻ്റെ മുകളിൽ എഴുതിയതൊക്കെ. അപ്പോൾ ഒരു ഓഫ് റോഡ് ഫീലാണ്. ഓഫ് റോഡ് തന്നെ ജീപ്പ് ഇറങ്ങാറുണ്ട് ഇതിനെ. ആരെങ്കിലുമൊക്കെ താഴെ ഉണ്ടോയെന്ന് അറിയില്ല. എന്തായാലും നമുക്കിങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. സാഹസികമായിട്ട് ഒരു 2 അടി പാതയിലൂടെയാണ് പോണത്. സക്കീറൊക്കെ നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാഫിയും മുർഷിയും അപ്പുറത്തെ വഴിയിലൂടെ ഇറങ്ങി. അപ്പോൾ ഈ വഴി എത്രത്തോളം ഭീകരത ഉള്ളതാണെന്ന് ഞാൻ കാണിച്ചു തരാം. അങ്ങോട്ട് കാണുമെന്നറിയില്ല. നോക്കിയേ, അതിൻ്റെ ഉള്ളിലൂടെ ശബ്ദം കേൾക്കണ്ട. നല്ല ആഴത്തിലാണ് നമ്മൾ മുകളിലൂടെയാണ് പോണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇടുങ്ങിയ വഴിയിലൂടെ ഇറങ്ങാനുള്ള ശ്രമം നടത്തുകയാണ്. ഓക്കെ, നമ്മൾ റീച്ച് ചെയ്തില്ലേ? നമ്മളെത്തിയില്ലേ? ഓക്കെ, നമ്മളിതാ ഈ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞുള്ളത് ഒരു വലിയ സംഭവമായിട്ടൊന്നും തോന്നരുത് ആരും. കാട്ടിലൂടെ ഒഴുകുന്നൊരു അരുവി അല്ലെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. വഴുക്കി വീഴാനുള്ള നല്ല സാധ്യതയുണ്ട്. ഗ്രിപ്പ് പ്രശ്നമാണ്. മലനിരകളിൽ നിന്ന് ഒഴുകി വരുന്ന നമ്മുടെ റോക്കൊക്കെ കുടിക്കല് ഹിമാലയം വെള്ളം അതൊന്നുമല്ല. നല്ല അടിപൊളി വെള്ളമാണ്. നല്ല മിനറൽസ് ഉള്ള കിടിലൻ വെള്ളം. അപ്പോൾ വെള്ളത്തിന് ദാഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കരുതിയില്ല, അതുകൊണ്ട് ഞാൻ വെള്ളം കുടിക്കുകയാണ്. നല്ല അടിപൊളി വെള്ളം, അടിപൊളി. കൂപ്പ് നമ്മൾ വിചാരിച്ച പോലെ അത്ര എന്തല്ല കിടിലനായിട്ട് എടുക്കാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. അതായത് ഫോട്ടോയിൽ ഒരു വീഡിയോയിൽ എടുക്കുന്ന ആ ഒരു സംഭവമല്ല, നേരിട്ട് കാണാനുള്ളൊരു ഭംഗിയാണ് ഉള്ളൂ. പിന്നെ ഒന്ന് റിഫ്രഷായിട്ട് കുളിച്ച് നല്ല മിനറൽസ് വാട്ടറൊക്കെ കുടിച്ച് പോവുക, അങ്ങനത്തെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ കൂപ്പിൽ അത്ര വലിയ വിശേഷങ്ങളൊന്നുമില്ല, കുറച്ച് വിശേഷങ്ങളുള്ളൂ. നമുക്ക് ഇനി അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോട്ടോ. ഷാഫിക്കല്ല നാച്ചുറലായിട്ടുള്ള പേരക്ക, ഒരു കെമിക്കലും ഇല്ലാത്ത കിടിലൻ സാധനം കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഒന്ന് കയറി കുറച്ച് പേരൊക്കെ കിട്ടും നോക്കുകയാണ്. ചീത്ത അറിയുമെന്നൊന്നും അറിയില്ല, കൃഷിയാണോന്നും അറിയില്ല. ഓക്കെ, മുർഷി വലിയ 2 പേരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മുർഷിക്ക് പഴുത്തുണ്ട്, നോക്കടെ കാണിച്ച ദൈവ നാച്ചുറലായിട്ടുള്ള നല്ല കിടിലൻ. നല്ല തണുപ്പുണ്ടല്ലോടാ, നല്ല കിടിലൻ തണുപ്പ്. ഞാൻ കടിച്ചു മുറിച്ച് തിന്നിട്ടുണ്ട്. വാഗമണ്ണിൽ വന്നിട്ട് നമ്മൾ തേയിലത്തോട്ടത്തിൽ വന്നില്ല അല്ലെങ്കിൽ കയറിയില്ല എന്ന് പറയുന്ന മോശമല്ലേ. അപ്പോൾ നമ്മളിത് വലിയൊരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ കൂപ്പ് നമ്മൾ കണ്ടല്ലോ അല്ലേ, കൂപ്പ് പറഞ്ഞിട്ടുള്ള വെള്ളച്ചാട്ടം, അരുവി, അതിമനോഹരമായിട്ടുള്ള കാഴ്ച ആയിരുന്നില്ലേ. അപ്പോൾ
അതിമനോഹരമായിട്ടുള്ള ഇനിയും കാഴ്ചകൾ വരാൻ കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ പാമ്പും തേങ്ങയും വാങ്ങണ്ടോന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മളിതാ വാഗമണിൽ വന്നു. ഇവിടെ നിന്നുള്ള ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഇന്നത്തെ വൈൻഡപ്പ് വീഡിയോ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും വാച്ചിലൊക്കെ കാണുന്നത് 95% ആളുകൾ നോൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങളൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് മുന്നോട്ട് പോവും, നല്ല രീതിയിൽ പോവും. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല നല്ല വീഡിയോസും നല്ല നല്ല കാഴ്ചകൾ, നല്ല എക്സ്പെരിമെൻറ്റ് വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്നതാണ്. അപ്പോൾ അധികം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. അതുവരേക്കും ബൈ.